Hi friends, ഓപ്ഷൻ സെല്ലിങ്ങിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് വെൽക്കം. ഒരു ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ട്രേഡറിന് ഒരു മികച്ച വരുമാനം ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമോ? നമ്മൾ ഇന്നലെ വരെ ഡിസ്കസ് ചെയ്ത വീഡിയോസിൽ ഒരു 1 lakh ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു 35,000 to 40,000 രൂപ ക്യാപിറ്റലുള്ള വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഓപ്ഷൻ സ്ട്രാറ്റജി, ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി. ഇൻട്രാഡേ ആണെങ്കിൽ ഒരു 20,000 രൂപയെ കുറവുള്ള ആൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അടിപൊളി ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ചെയ്ത് മികച്ച വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹായ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ ഡെയിലി യൂട്യൂബ് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾ സ്പ്രെഡ് ആൻഡ് പുട്ട് സ്പ്രെഡ് ആണ്. സോ ഇത് ചെയ്യാനായിട്ട് ചെറിയ ക്യാപിറ്റൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഗുണം. അപ്പോൾ ഏതൊരു ചെറിയ ട്രേഡറിനും ഇത് ട്രേഡ് ചെയ്തിട്ട് മികച്ച വരുമാനം നേടാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇന്നലെ വരെ പഠിച്ച എല്ലാ സ്ട്രാറ്റജീസിലും 4 ലെഗാണ് ഉള്ളത്. അതായത് 2 ബൈയും അതുപോലെ തന്നെ 2 സെല്ലും ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വരുന്നത് ഒരു സെല്ലും ഒരു ബൈയും മാത്രമാണ്. ഇതിനെ നമ്മൾ കോൾ സ്പ്രെഡ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുട്ടും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഒരു പുട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു, ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. കോൾ സ്പ്രെഡിൽ എന്താണ് വരുന്നത്? ഒരു കോള് സെല്ല് ചെയ്യുന്നു, ഒരു കോള് ബൈ ചെയ്യുന്നു. അപ്പോൾ എത്തരത്തിലുള്ള മാർക്കറ്റിലാണ് നമ്മൾ കോൾ സ്പ്രെഡ് ചെയ്യുന്നത്? സോ ഞാൻ കോൾ സ്പ്രെഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. സോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ട് സ്പ്രെഡ് മനസ്സിലാകുന്നതാണ്. സോ കോൾ സ്പ്രെഡ് ഒരു ബിയറിഷ് മാർക്കറ്റിലാണ് നമ്മൾ കോൾ സ്പ്രെഡ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്നത്. സോ കോൾ സ്പ്രെഡ് എത്തരത്തിലുള്ളൊരു മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിയറിഷ് മാർക്കറ്റിലാണ് നമ്മൾ കോൾ സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കോളിനെ സെല്ല് ചെയ്യുന്നു, ഒരു കോളിനെ ബൈ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു 35,000 രൂപ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. അത് ഏത് ബ്രോക്കർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 35,000 രൂപയ്ക്ക് ഈ ഒരു ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളില്ല. അതുമാത്രമല്ല മാർക്കറ്റ് 15,000 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാനുള്ള സാധ്യതകളും വളരെ കുറവാണെന്ന് നമ്മൾ നമ്മുടെ 2 ലൈവിലും തൊട്ട് മുമ്പ് ചെയ്തിരുന്ന ഓപ്ഷൻ സെല്ലിൻ്റെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് മാസം 12, 2021 സോ ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി 14,800 ബിലോ ട്രേഡ് ചെയ്യുകയാണ്. അതായത് 15,000 താഴേക്ക് മാർക്കറ്റ് ഓൾറെഡി പോയി. ഈ കഴിഞ്ഞ 2 ദിവസവും നമുക്ക് കോൾ സ്പ്രെഡ് ചെയ്ത് മികച്ച വരുമാനം തന്നെ ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ക്ലയൻസ് എല്ലാവർക്കും തന്നെ നമ്മൾ ആ ഒരു മികച്ച ട്രേഡ് നൽകുകയുണ്ടായി. നമ്മൾ ലൈവിൽ ഇന്നലെ വന്നപ്പോഴും കോൾ സ്പ്രെഡിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇനിയൊരു കോൾ സ്പ്രെഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റ് 15,000 വലിയൊരു റെസിസ്റ്റൻസ് ആണെന്നും അതിന് മുകളിൽ ഓൾ ടൈം ഹൈ വന്ന ലെവലിൽ ഒരു മികച്ച റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മാർക്കറ്റ് ഒരിക്കലും 15,000 മുകളിലോട്ട് ഇനിയും വരില്ല. അതായത് നെക്സ്റ്റ് വീക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മെയ് മാസം 20 നെക്സ്റ്റ് വീക്കിൻ്റെ എക്സ്പയറി. നെക്സ്റ്റ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് മെയ് മാസം 20 ഇന്ന് 12 ഇനി ഒരു 8 ദിവസം കൂടി, 8 ട്രേഡിംഗ് ഡേയ്സ് ഇല്ല, ഒരു 8 ദിവസം ബാക്കിയുള്ളൂ. ഇതിനകത്ത് എത്ര ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നാളെ അവധിയാണ്, ദെൻ ശനി ഞായർ അവധിയാണ്. സോ 5 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നുള്ളൂ. സോ നമുക്ക് മനസ്സിലാവും 5 ട്രേഡിംഗ് ഡേയ്സിൽ എഗെയിൻ മാർക്കറ്റ് 15,000 മുകളിലോട്ട് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുന്നൊരു കണ്ടീഷനിൽ ഒരു കോൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് 15,000 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15,000 കോൾ ഓപ്ഷനെ എന്ത് ചെയ്യണം?
സെല്ല് ചെയ്യണം. 15,000ൻ്റെ കോൾ ഓപ്ഷന് സെല്ല് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് സെല്ല് ചെയ്തത്? ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണെന്നും മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ 15,000ൻ്റെ അല്ലെങ്കിൽ 15,000ൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൻ്റെ കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിനിപ്പോൾ നിയർലി 40 രൂപ ഉണ്ട്. 40 രൂപ ഇതിന് ഇപ്പോൾ പ്രൈസ് ഉണ്ട്. 40 രൂപ ഇതിന് പ്രൈസ് ഉണ്ട്. സോ ഇത് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് 20-ാം തീയതി ആകുമ്പോൾ, മെയ് 20-ാം തീയതി മാർക്കറ്റ് 15,000ൻ്റെ താഴെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ 40 × 75 റുപ്പീസ്, അതായത് 3000 രൂപയുടെ ലാഭമാണ് ലഭിക്കുന്നത്. അതായത് 15,000ൻ്റെ കോൾ ഓപ്ഷൻ മെയ് മാസം 20-ാം തീയതിയാണ്. സോ ഇതൊരു എഗ്രിമെൻ്റ് ആണെന്ന് അറിയാം. മെയ് മാസം 20-ാം തീയതി ആകുമ്പോഴും ഈ കോൾ ഓപ്ഷൻ 15,000ത്തിന് എബോവ് പോകുന്നില്ലെങ്കിൽ ആ എഗ്രിമെൻ്റ് 0 ആയി പോകും. അപ്പോൾ ഇത് സെല്ല് ചെയ്തിരുന്ന ഒരാൾക്ക് ഈ 40 രൂപ പ്രോഫിറ്റ് കിട്ടും. സോ ഇത് വെറുതെ ഒരു സെല്ല് ചെയ്യാനായിട്ട് 15,000 കോൾ ഓപ്ഷൻ വെറുതെ സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് 1,30,000 രൂപയുടെ ആവശ്യമുണ്ട്. സോ നമ്മളിതൊരു കോൾ സ്പ്രെഡ്, അതായത് ഈ 15,000 കോളിൽ നമ്മൾ ഒരു പ്രൊട്ടക്ഷനായിട്ട് തൊട്ടു മുകളിലുള്ള ഏതെങ്കിലും ഒരു കോളിനെ ബൈ ചെയ്യുകയാണ് എങ്കിൽ, നമ്മളിവിടെ ഏതാണ് ചെയ്തത്? ഇതൊരു സെല്ലാണ് നമ്മൾ ചെയ്തത്. 15,000 കോൾ ഓപ്ഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ സെല്ല് ചെയ്തു. സെല്ലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 15,000ന് മുകളിൽ മാർക്കറ്റ് പോകില്ലെന്ന് മനസ്സിലാക്കി 15,000 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ബൈ വേണം. ഈ സെല്ലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 100 പോയിന്റ് മുകളിലോ അല്ലെങ്കിൽ 200 പോയിന്റ് മുകളിലോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൾ ഓപ്ഷനെ ബൈ ചെയ്യുന്നു. ഇതിൻ്റെ 200 പോയിന്റ് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,200 CE നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ കറണ്ട്ലി 15 രൂപയോളം പ്രൈസ് ഉണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് മെയ് മാസം 20-ാം തീയതി മാർക്കറ്റ് 15,000 എന്ന് പറയുന്ന ലെവലിന് മുകളിലോട്ട് പോകുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ 15,000 കോൾ ഓപ്ഷനും 0 ആയി പോകുന്നു. 15,200 കോൾ ഓപ്ഷനും 0 ആയി പോകുന്നു. രണ്ടും നമുക്ക് 0 ആകുന്നു. സോ 40 0 ആകുമ്പോൾ നമുക്ക് 40 രൂപയുടെ പ്രോഫിറ്റ് കിട്ടും. 16 0 ആകുമ്പോൾ നമുക്ക് 16 രൂപയുടെ നഷ്ടം സംഭവിക്കും. സോ 40 - 16 ബാക്കി നമുക്ക് എത്ര കിട്ടും? 24 പോയിന്റിൻ്റെ വളരെ സേഫ് പ്രോഫിറ്റ് കിട്ടും. സോ 24 × 75 എന്ന് പറയുമ്പോൾ നിയർലി 1,700 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് 8 ട്രേഡിംഗ് ഡേയ്സ്, 8 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരു 1,500 രൂപയുടെ പ്രോഫിറ്റ് ഈ ട്രേഡിൽ നിന്ന് കിട്ടും. സോ ഇതാണ് ഒരു കോൾ സ്പ്രെഡിൻ്റെ ഇമ്പോർട്ടൻസ്. 1,500 രൂപയുടെ പ്രോഫിറ്റ് കിട്ടും. സോ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് 35,000 രൂപയാണ്. 35,000 രൂപയ്ക്ക് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ 1,500 രൂപ കിട്ടും. സോ വളരെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ളൊരു ട്രേഡ് ലഭിക്കുകയാണെങ്കിൽ നിയർലി 4 ആഴ്ച കൊണ്ട് തന്നെ ഒരു 5,000 to 6,000 രൂപയുടെ ലാഭം 35,000 രൂപയ്ക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഏറ്റവും പൈസ കുറവിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഓപ്ഷൻ കോൾ സ്പ്രെഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് മാർക്കറ്റ് 15,000ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 200 പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിയർലി നമുക്ക് ഒരു 7,500 to 15,000 രൂപയുടെ വരെ നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് ആ ട്രേഡ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ട്രേഡ് നോ ലോസിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമെങ്കിലും നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. സോ വളരെ കൃത്യമായിട്ട് 35,000 രൂപയ്ക്ക് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് 15,000 കോളിന് എല്ലാ ദിവസവും സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെല്ലും ബൈയും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 20,000 രൂപയേക്കാൾ കുറവ് മതി. ഇന്നത്തെ കണ്ടീഷനിലൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക്
ഒരിക്കലും മാർക്കറ്റ് വരാൻ സാധ്യതയില്ലാത്ത ലെവലിൽ പോയി സെല്ല് ചെയ്ത് ആ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. സോ ഇത് ട്രേഡ് ചെയ്യുന്ന ഒരാൾ, അതായത് കോൾ സ്പ്രെഡ് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് സെല്ലല്ല. നമ്മൾ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? 15,200 എന്ന് പറയുന്ന 15,200 കോൾ ഓപ്ഷനെ നമ്മൾ ആദ്യം ബൈ ചെയ്യണം. ഈ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 15,000 എന്ന് പറയുന്ന കോൾ ഓപ്ഷനെ നമ്മൾ സെല്ല് ചെയ്യണം. സോ ഇതാണ് കോൾ സ്പ്രെഡ് നമ്മൾ ചെയ്യുക. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരിക്കലും മാർക്കറ്റ് വരുന്നില്ല എന്ന് വിചാരിക്കുന്ന ലെവലിൽ നമ്മൾ, ഇതാണ് നമ്മുടെ മേജർ ട്രേഡ് എന്ന് പറയുന്നത് ഈ സെല്ലാണ്. ഇതിന് നമ്മൾ എന്തിനു വെച്ചിരിക്കുകയാണ്? നമുക്ക് മാർജിൻ എമൗണ്ട് കിട്ടാൻ വേണ്ടി ഒരു ചാവേർ എന്നുള്ള രീതിയിലാണ് നമ്മൾ 15,200 ബൈ ചെയ്ത് വെക്കുന്നത്. നമുക്ക് മാർജിൻ കിട്ടണം, ചെറിയ പൈസയ്ക്ക് ചെയ്യാൻ പറ്റണം. ഇൻ കേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൺലിമിറ്റഡ് ലോസിലേക്ക് പോവാതിരിക്കാനുള്ള കാര്യം ആര് നോക്കിക്കോളും? നമ്മുടെ ബൈ നോക്കിക്കോളും. സോ ഇതാണ് കോൾ സ്പ്രെഡ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ വീക്കിൻ്റെ ബൈക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മന്ത്ലി ബൈ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഡെൽറ്റ വാല്യൂം തീറ്റ വാല്യൂം വളരെ കൃത്യമായിട്ട് നോക്കണം. നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൈസിനായിരിക്കണം തീറ്റ വാല്യൂ കൂടുതൽ. നമ്മൾ സെല്ല് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കണം ഏതിൻ്റെ തീറ്റ വാല്യൂ? നമ്മൾ ബൈ ചെയ്യുന്നതിൻ്റെ തീറ്റ വാല്യൂ. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ തീറ്റയും ഡെൽറ്റയും കൂടുതൽ സെല്ലിൽ തന്നെ ആയിരിക്കണം, തീറ്റയും ഡെൽറ്റയും കുറവ് ഇതിലായിരിക്കണം, ബൈയിലായിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത്തരത്തിലുള്ളൊരു കോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട്. സോ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മേജർ ട്രേഡ് സെല്ലാണ്, ഒരിക്കലും ബൈ അല്ല. നമ്മൾ ആരാണ്? നമ്മളൊരു ഓപ്ഷൻ സെല്ലറാണ്. ഇനി പുട്ട് സ്പ്രെഡ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഒരു മേജർ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത്, ഒരു മേജർ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പുട്ടിനെ സെല്ല് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോൾ പുട്ട് സ്പ്രെഡ്. ഓക്കെ, ഇപ്പോൾ പുട്ട് സ്പ്രെഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് എന്തായിരിക്കണം? മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരിക്കണം. ഒരു മേജർ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഈ മേജർ സപ്പോർട്ട് ഇപ്പോഴത്തെ കേസിൽ 14,200 എന്ന് പറയുന്ന ലെവലാണ്. അതിനേക്കാൾ താഴെ മാർക്കറ്റ് എവിടെയുണ്ട്? മാർക്കറ്റ് 14,000 മാർക്കറ്റിൽ വളരെ മികച്ച ഒരു സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല മാർക്കറ്റ് ഇപ്പോഴും 14,000 താഴത്തോട്ട് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇൻ കേസ് 14,200 എങ്ങാനും ബ്രേക്ക് ചെയ്താൽ പോലും മാർക്കറ്റ് 14,000 വരെ എത്താനുള്ള സാധ്യതകളേ ഉള്ളൂ. സോ US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വരും എന്നാണ് അറിയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു വോളട്ടൈൽ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതാണ് കോൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? 14,200 എന്ന് പറയുന്ന ലെവല് നമ്മൾ സെല്ല് ചെയ്യണം. 14,200ൻ്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏതാണ് ബൈ ചെയ്യേണ്ടത്? നമുക്ക് ബൈ ചെയ്യേണ്ടത് 13,800 അല്ലെങ്കിൽ 14,000 എന്ന് പറയുന്ന ലെവലിലൊക്കെ നമുക്ക് ബൈ ചെയ്തിട്ട് കോൾ സ്പ്രെഡ് ചെയ്യാം. ഇതെല്ലാം വീക്ക്ലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ചെയ്തിട്ടാൽ പോലും ഒരു മികച്ചൊരു വരുമാനം കിട്ടുന്നതാണ്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഓപ്ഷൻ ചെയിൻ വെച്ചിട്ടും വെർച്വൽ ട്രേഡ് വെച്ചിട്ടുള്ള സെൻസിബിൾ വെച്ചിട്ടും നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം എന്നത് മാത്രമേ ഉള്ളൂ. സോ വീഡിയോ അവസാനം വരെ കാണുക. ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കോൾ സ്പ്രെഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ചാർട്ടിൽ ഞാൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞത് 15,300 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ലെവലുകളാണ്. സോ നമ്മുടെ സ്മോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 15,000 എന്ന് പറയുന്ന ലെവലാണ്. സോ മാർക്കറ്റ് ഈ 15,000 എന്ന് പറയുന്ന ലെവൽ വിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഭയങ്കര കുറവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിഫ്റ്റി 15,000 കോളിനെ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബൈ ചെയ്യേണ്ടത് ഏതാണ്? നിഫ്റ്റി 15,200 കോളിനാണ്. സോ ഞാൻ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോവാണ്, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്നത് മെയ് 20-ാം തീയതിയിലത്തെയാണ് കോൾ സ്പ്രെഡ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് സെല്ല് ചെയ്യുന്നത്? 15,000 നമ്മൾ സെല്ല് ചെയ്യുന്നു, 15,200 നമ്മൾ ബൈ ചെയ്യുന്നു. രണ്ട് സിമ്പിൾ ട്രേഡാണ്. നമ്മൾ 15,000 സെല്ല്, 15,200 നമ്മൾ ബൈ ചെയ്യാണ്.
സോ നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് 15,000 മുകളിൽ 20 തീയതിക്കുള്ളിൽ പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലോസ് വരുന്നുള്ളൂ. സോ വിന്നിങ് പെർസെൻറ്റേജ് ഭയങ്കര ഹൈ ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് 2,000 രൂപയാണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള അകലം 200 പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് 12,800 രൂപ മാക്സിമം ലോസ് വരാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഹൈ ആയിട്ടുള്ള ഒരു അപ്സൈഡ് നടത്തി ഒരു 600-700 പോയിന്റിന്റെ അപ്സൈഡ് നടത്തിയാൽ മാത്രം അത്രയും ദിവസം നേരം നമുക്ക് ആ ട്രേഡ് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ട് നമുക്കിത് ഫുൾ പ്രോഫിറ്റ് തന്നെയായിരിക്കും ലഭിക്കുക. നിങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് നോക്കുക. 15,028 എബോവ് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലോസ് വരുന്നുള്ളൂ. 15,000 ഇനി മാർക്കറ്റ് ക്രോസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. സോ അത് യുവർ പോയിന്റ് ഓഫ് വ്യൂ. ഈ ആഴ്ച 20 തീയതിക്കുള്ളിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. മെയ് മാസം 20 തീയതിക്കുള്ളിൽ 2021 മെയ് മാസം 20 തീയതിക്കുള്ളിൽ മാർക്കറ്റ് 15,000 എബോവ് വരാനുള്ള സാധ്യതയില്ല. നിങ്ങൾ വിന്നിങ് ചാൻസ് ഇവിടെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിന്നിങ് ചാൻസ് ആണ് POP എന്ന് പറയുന്നത് കാണിക്കുന്നത്. പ്രോബബിലിറ്റി വിന്നിങ് പ്രോബബിലിറ്റി ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ അത് 82% ആണ്. സോ ഇതൊരു 50% എബോവ് ആണെങ്കിൽ തന്നെ അതൊരു മികച്ച ഒരു ട്രേഡ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 82 ആണെങ്കിൽ 100% തന്നെ നമുക്കതൊരു ഫുൾ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ സെൻസിബിൾ നോക്കുമ്പോൾ ഈ POP വിന്നിങ് പ്രോബബിലിറ്റി എത്രയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിന് എത്ര രൂപയുടെ ആവശ്യമുണ്ട്? 35,000 രൂപ. ഞാൻ പറഞ്ഞിരുന്നു 35,000 രൂപയാണ് നമുക്ക് അതിന് ആവശ്യമുള്ളത്. 35,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2,000 രൂപയുടെ പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ മികച്ചാണ് ഈ ഒരു ട്രേഡ്. കോൾ സ്പ്രെഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ മാർക്കറ്റ് താഴ്ത്ത് ഇപ്പോൾ ലോ എന്ന് പറയുന്നത് 14,200 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പുട്ട് സ്പ്രെഡ് കോൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പുട്ട് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി 14,200 PE സെല്ല് ചെയ്യാനും അതിൻ്റെ താഴെ നിഫ്റ്റി 14,000 PE ബൈ ചെയ്യാനും സാധിക്കും. സോ ബൈ ചെയ്യാനും പറ്റും. ഇത് നമ്മൾ ഏതാണ്? പുട്ട് സ്പ്രെഡാണ്. ഇത് നമ്മൾ മുകളിൽ കാണുന്നത് കോൾ സ്പ്രെഡാണ്, താഴത്ത് പുട്ട് സ്പ്രെഡാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രാങ്കിൾ എന്ന് പറയുന്ന ട്രേഡാവും നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറും. ഇതൊരു സൈഡ് മാത്രം ചെയ്തുകൊണ്ട് ചെറിയ ക്യാപിറ്റലിന് തന്നെ അത്യാവശ്യം മികച്ചൊരു റിട്ടേൺ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് മന്ത്ലി ട്രേഡായിട്ട് ചെയ്യാം. ഇനി 27-ാം തീയതി 15,000 മുകളിൽ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മന്ത്ലി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. മന്ത്ലി ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കാം 27-ാം തീയതിക്കുള്ളിൽ, അതായത് 8ഉം 7ഉം 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു 3,800 രൂപയുടെ ലാഭം. എത്ര രൂപ മന്ത്ലി ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും കാശ് വേണ്ട, ഇതിനേക്കാൾ കുറവ് കാശ് മതി. ഒരു 20,000 രൂപ മതി നമുക്ക് മന്ത്ലി ചെയ്യാനായിട്ട്. 20,000 രൂപയ്ക്ക് നമുക്ക് എത്ര കിട്ടും? 3,800 രൂപ. 10% കൂടുതൽ പൈസ വെറും 12 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ വിന്നിങ് ചാൻസ് 74% ഉണ്ടെന്ന് നിങ്ങൾ കാണുക. അപ്പോൾ കോൾ സ്പ്രെഡിൻ്റെ പുട്ട് സ്പ്രെഡിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾ ഇത്ര നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും നമുക്ക് അകമഴിഞ്ഞൊരു താങ്ക്സ് നമ്മൾ ഈ അവസരത്തിൽ പറയുകയാണ്. സോ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നാളെ നമ്മളൊരു അടിപൊളി സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും.